തന്തൂരി ചിക്കൻ കഴിക്കാൻ പോയ കഥ കേട്ടാലോ? കേൾക്കണം നിങ്ങൾ, കാരണം അത് അതിന് മാത്രമുണ്ട്. ഞങ്ങളൊരു തന്തൂരി ചിക്കൻ തേടി ഇനി അലയാത്ത സ്ഥലമില്ല. ഞങ്ങൾ ഈ മുക്കത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ എവിടെയും എന്തില്ല, തന്തൂരി ചിക്കൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവസാനം കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് എത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഒരു തന്തൂരി ചിക്കൻ കിട്ടിയത്. അത് നമ്മുടെ സ്വന്തം മമത ബേക്കറിയിൽ നിന്ന്. ബേക്കറി മാത്രമല്ല കേട്ടോ, അതൊരു ഹോട്ടലും കൂടിയാണ്. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ട്. അടിപൊളി ഷവർമയാണ്. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വൈസും പ്രൈസ് വൈസും ഒക്കെ കിടലാണ്. എനിക്കും ബിജോയ്ക്ക് ആണെങ്കിലോ തന്തൂരി ചിക്കൻ കിട്ടിയ സന്തോഷം, നീലൂട്ടനാണെങ്കിലോ ലൈറ്റ് കണ്ട സന്തോഷം. എന്തായാലും സന്തോഷം അവിടെ ഉണ്ട്. അപ്പോഴേക്കും ഇതാ ഞങ്ങളെ സന്തോഷത്തിക്കഴിഞ്ഞു. നല്ല തന്തൂരി ചിക്കനും തന്തൂരി റൊട്ടിയും, പിന്നെ അതൊക്കെ സെറ്റാക്കാനുള്ള ഒരു മിനിറ്റിലായിരുന്നു. ആ കിടക്കണ കിടപ്പ് കണ്ടില്ലേ, നല്ലൊരു മസാലയാണ് കേട്ടോ, നല്ലൊരു ജ്യൂസി ഫീലും ഉണ്ട് ആ ഒരു ചിക്കന്. ഭയങ്കര ഡ്രൈയും അല്ല, എന്നാൽ ഓയിൽ കുറച്ചിട്ടുള്ളൂ. ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് നല്ല ധൈര്യമായിട്ട് പോയി കഴിക്കാം. പിന്നെ തന്തൂരി റൊട്ടിയും കൂടി ആകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. കണ്ടോ, വിജയായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് തന്തൂരി ചിക്കൻ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ച് അവൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ നീലൂട്ടനൊക്കെ മെല്ലെ സമാധാനിപ്പിച്ചിട്ട് ഞാനും അത് കഴിച്ചു. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി എവിടെയും കുളിക്കും ഉപ്പിലിട്ടതൊക്കെയാണല്ലോ. അപ്പം ഞങ്ങളൊരു കുലിക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ വേടനെയാണ് കേട്ടോ പറഞ്ഞത്, പക്ഷെ ഒരു കുലിക്കിട്ടുള്ളത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. നല്ല സ്പൈസിയാണ്, സ്പൈസ് കുറച്ചോന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴേക്കും ഇതാ ബൂസ്റ്റിട്ട് കുലുക്കിയതാ ഇങ്ങനെ എറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വിചാരിച്ച അത് കുടിച്ചാൽ മതിയായിരുന്നു. പിന്നെ സ്പൈസി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. പക്ഷെ അതുപോലെ എനിക്ക് നല്ല എരിവായിരുന്നു കേട്ടോ. പിന്നെ നീരോട്ടനൊന്നും കൊടുക്കാനും പറ്റൂലല്ലോ, പാവം ഒക്കെ ലൈറ്റൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ബൈ ബൈ.